രാജ്യമുണ്ടെങ്കിലേ രാഷ്ട്രമുള്ളൂ എന്ന് പറഞ്ഞ തരൂരിനെ പുറത്താക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് കെ.സി. വേണുഗോപാലിന് പണ്ട് മുതലേ തരൂരിന് വലിയ താല്പര്യമില്ല. ഈ ബുദ്ധിയുള്ളവരെ ഒരിക്കലും അംഗീകരിക്കാൻ, വിവരമുള്ളവരെ അംഗീകരിക്കാൻ കോൺഗ്രസ് പലപ്പോഴും തയ്യാറാവില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം മുഖ്യമന്ത്രി പദമാണ്. തരൂർ കോൺഗ്രസിലുണ്ട് എങ്കിൽ മുഖ്യമന്ത്രി കസേര അദ്ദേഹത്തിലേക്ക് നീങ്ങുമോ എന്നുള്ള കൃത്യമായ കെ.സി. വേണുഗോപാലിന്റെ ഭയമാണ് ഈ ഒരു തരൂർ എന്താ പറയുക ഭീതിക്ക് കാരണം എന്നുള്ളത്. കോൺഗ്രസ് എന്തിനാണ് തരൂരിനെ ഇങ്ങനെ ഭയക്കുന്നത്? അല്ല, ഇപ്പം തന്നെ പറഞ്ഞു മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഒരു നോട്ടമാണ് എല്ലാവരുടെയും എന്ന് പറഞ്ഞു. അതിന് 71 സീറ്റെങ്കിലും കിട്ടണ്ടേ? വേണ്ടേ? അതില്ലാതെ മുഖ്യമന്ത്രി ആവില്ലല്ലോ. ഇല്ല. ആദ്യം അതിനെക്കുറിച്ച് ചിന്തിക്കുക, ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ, കോൺഗ്രസ് നേതാക്കന്മാർ. രണ്ടാമത്തെ കാര്യം, തരൂരിന് നല്ല ബുദ്ധിയുണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്, ലോകവിവരമുണ്ട്, രാജ്യസ്നേഹമുണ്ട്. രാഷ്ട്രീയക്കാർക്ക് ഇതെല്ലാം കൂടി ഒന്നിച്ച് വേണ്ടെന്നാണ് ഒരു വ്യവസ്ഥാപിത രാഷ്ട്രീയക്കാരുടെ ചിന്ത. കെ.സി. വേണുഗോപാൽ AICC അവിടെ AICC ജനറൽ സെക്രട്ടറിയാണ്. ഈ കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ്റെ ഒരു പ്രസംഗം കേട്ടിരുന്നു. അദ്ദേഹം പറയുകയാണ്, അതായത് സ്ഥാനാരോഹണ ചടങ്ങിൽ വെച്ച് പറഞ്ഞതാണ്, അതോ മറ്റൊരു ചാനലിൻ്റെ ഇൻ്റർവ്യൂവിലാണെന്ന് തോന്നുന്നു. രാഹുൽ ഗാന്ധി എന്നോട് ചോദിച്ചു, എൻ്റെ കൂടെ നിന്ന് കേന്ദ്രത്തിൽ പ്രവർത്തിച്ചുകൂടെ? ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് കേരളത്തിൽ ഒരുപാട് പ്രവർത്തിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് മറ്റു ചിലർ അവിടെ കയറിപ്പറ്റിയത്. മനസ്സിലായി. ആ പറഞ്ഞത് കെ.സി. വേണുഗോപാലിനെ മോനെ വെച്ചിട്ടാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിൽക്കേണ്ടത് ഞാനായിരുന്നു എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. കെ മുരളീധരനായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കോൺഗ്രസിന് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ജവഹർലാൽ നെഹ്റു കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധി കഴിഞ്ഞ് വളരെ ആ പ്രത്യേക സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രിയായെങ്കിലും രാജീവ് ഗാന്ധി ഉണ്ടായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് വന്ന് ഒരു കാര്യം നയിക്കാൻ, അല്ലെങ്കിൽ ഒരു പാർട്ടിയെ നയിക്കാൻ പറ്റിയ നേതാവില്ല എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത്, ഏതൊരു സംഘടന ആയിക്കോട്ടെ, രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ഞാഞ്ഞൂലുകളെല്ലാം കയറി അങ്ങ് മേയാൻ തുടങ്ങും. എല്ലാവരും അഭിപ്രായം പറഞ്ഞു തുടങ്ങും. ഇപ്പോൾ ശശി തരൂരിൻ്റെ പ്രശ്നം എന്താണ്? അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നില്ല ഈ ഞാഞ്ഞൂലുകളെ കൊണ്ട്. അദ്ദേഹത്തിന് സ്വന്തമായ അഭിപ്രായങ്ങളുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമായിരിക്കുമ്പോൾ, അവരുടെ പ്രതിനിധി ആയിരിക്കുമ്പോൾ, അവരുടെ നേതാക്കന്മാർ പറയുന്നത് മാത്രമേ അംഗീകരിക്കാവൂ എന്നുള്ള ഒരു അലിഖിത നിയമം. എന്നാൽ ശശി തരൂർ ചിരിച്ചുകൊണ്ടാണ് അതിനെയൊക്കെ നേരിടുന്നത്. AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ ശശി തരൂർ ഇവിടെ പാർട്ടി പുലർത്താൻ പോവുകയാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പാർട്ടി മാറാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഇതുവരെയായിട്ട് മാറിയോ? പാർട്ടി പുലർന്നോ? ഇല്ല. ശശി തരൂരിനെ കൊണ്ട് അത് സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ വിദേശത്തേക്ക് അയക്കുന്ന സംഘത്തിലെ ഒരു സംഘത്തിൻ്റെ നേതാവാണ് ശശി തരൂർ. അതാണല്ലോ കോൺഗ്രസ്സുകാർക്ക് ഇപ്പോൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നത്. അവരെങ്ങനെ അദ്ദേഹത്തെ വിടാതിരിക്കാം എന്നാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ നിയോഗിച്ചപ്പോൾ തന്നെ ശശി തരൂർ കോൺഗ്രസ് നേതൃത്വത്തോട് പറഞ്ഞു, എന്നെ ഇങ്ങനെ വിളിച്ചിരിക്കുന്നു. അപ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താ? ഇത് BJP അല്ലെങ്കിൽ പ്രധാനമന്ത്രി പാർട്ടിയോട് ആലോചിക്കണം, ആരെയാണ് വിടുന്നത്. പ്രധാനമന്ത്രിയോ അമിത്ഷായോ അങ്ങനെ തീരുമാനിച്ചില്ല. അവർക്ക് ഈ പാർലമെൻറ്റിലെ പെർഫോമൻസ് കാണുമ്പോൾ അറിയാം ആരാണ് എടുക്കുന്നത്. അങ്ങനെ ശശി തരൂരിനെ ആ പദവിയിലേക്ക് കൊണ്ടുവരുന്നു. കോൺഗ്രസിന് ഇടച്ചു തുടങ്ങി. ഈ കേസ് വേണുഗോപാൽ ഉൾപ്പെടെയുള്ള, ഇപ്പോൾ PJ കുര്യൻ എന്തോ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു, ജയറാം രമേശ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞെന്താ, എനിക്ക് കിട്ടിയ ആ പദവിയെ അല്ലെങ്കിൽ ആ ക്ഷണം അതൊരു അംഗീകാരമായി ഞാൻ കാണുന്നു. നരേന്ദ്രമോദി അത് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ അംഗീകരിക്കേണ്ട വ്യക്തിത്വമാണ് ശശി തരൂർ എന്നാണ് പറഞ്ഞത്. ഉടനെ ഇവിടുത്തെ രാഷ്ട്രീയമൊക്കെ കോൺഗ്രസ്സുകാർ പറഞ്ഞു അയാൾ BJPയിലേക്ക് പോകും. ഇതങ്ങനെ പാർട്ടി മാറുന്ന ഒരു പുത്തരിയാണോ? പുതിയ കാര്യമാണോ? സന്ദീപ് വാര്യർ പോയില്ലേ? അത് കോൺഗ്രസിലേക്ക് വന്നപ്പോൾ വലിയ കാര്യം. കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ സരിൻ പോയപ്പോൾ അത് മോശം കാര്യം. ഞാൻ പറയുന്നത്, ശശി തരൂരിന് അർഹിക്കുന്ന പരിഗണന BJP കൊടുക്കുന്നുണ്ടെങ്കിൽ പോട്ടെന്നേ. പലപ്പോഴും ഒരു പാർട്ടി മാറുന്നത് എങ്ങനെയാണ്? ഒന്നുകിൽ പണം കിട്ടും, അല്ലെങ്കിൽ പദവി കിട്ടും, അല്ലെങ്കിൽ ആശയപരമായി എനിക്ക് ഈ ആശയധാരയോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഞാൻ പോകുന്നു എന്ന് പറയും. ഏത് രാഷ്ട്രീയക്കാരാണ് ആശയധാര നോക്കിപ്പോയവർ? ആരുമില്ല. ഒരു പദവിക്ക് വേണ്ടിയാണ്. അപ്പോൾ ശശി തരൂരിന്
അർഹിക്കുന്ന അംഗീകാരമോ പദവിയോ കൊടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം BJP-കാരനായിക്കോട്ടെ. നമുക്ക് അദ്ദേഹം ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും അദ്ദേഹത്തിന് സേവനം ആവശ്യമുണ്ട്. അതെ, ഇന്ത്യക്ക് അദ്ദേഹത്തെ ആവശ്യമുണ്ട്. സാർ, ഇപ്പൊ കോൺഗ്രസ്സുകാർക്ക് ശശി തരൂർ ഈ എന്താ വെറുക്കപ്പെട്ടവനായത് ശശി തരൂർ രാജ്യസ്നേഹം കാണിച്ചു എന്നതാണ് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ കുറ്റം. അതായത് ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിനൊപ്പം അദ്ദേഹം നിന്നു. BJP ഒക്കെ നമുക്ക് പിന്നീടുള്ള കാര്യമാണ്. അദ്ദേഹം രാജ്യത്തിനൊപ്പം നിന്നു, രാജ്യസ്നേഹം കാണിച്ചു. ഇതാണോ കോൺഗ്രസിനെ ഇത്ര കോൺഗ്രസ്സുകാർക്കിടയിൽ അദ്ദേഹം വെറുക്കപ്പെട്ടവനാകാനുള്ള കാരണം? അല്ലെ, രാജ്യസ്നേഹം കാണിച്ചു എന്ന് പറയുമ്പോൾ അവർ കാണുന്നത് BJP സ്നേഹം കാണിച്ചു എന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് എൻ്റെയും പ്രധാനമന്ത്രിയാണ്. ഞാൻ BJP-കാരനല്ല. പക്ഷേ എൻ്റെ പ്രധാനമന്ത്രി, എൻ്റെ ആഭ്യന്തരമന്ത്രി, അതല്ലേ നമ്മൾ പറയുക, എൻ്റെ സർക്കാർ. അപ്പോൾ ശശി തരൂർ കണ്ടതെന്നാണ്, എൻ്റെ പ്രധാനമന്ത്രി ചെയ്തൊരു കാര്യം, അല്ലെ എൻ്റെ രാജ്യത്തിന് വേണ്ടി ചെയ്തൊരു കാര്യം വളരെ ഗംഭീരമാണ്. ഒന്നും വേണ്ട, ഇവിടെ CPM-ൻ്റെ ശത്രുവാണ് അദ്ദേഹം. എങ്കിൽ പോലും LDF മന്ത്രിസഭ വന്നതിന് ശേഷം ഇവിടെ സ്റ്റാർട്ടപ്പുകൾ കൂടുതൽ ഉണ്ടായി എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. അതിനെതിരെ എന്തൊരു ബഹളമായിരുന്നു. അദ്ദേഹത്തിന് അക്ഷരത്തിൽ തിരുത്തേണ്ടി വന്നു. അദ്ദേഹം ഒരു ഏജൻസിയുടെ റിപ്പോർട്ട് കണ്ടിട്ടാണ് അത് പറഞ്ഞത്. അത് തെറ്റായിരുന്നു. അത് CPM-ൻ്റെ പാർട്ടിയുടെ ഒരു PR വർക്ക് ചെയ്യുന്ന ഏജൻസി ആയിരുന്നു. അതാണ് സംഭവിച്ചത്. അദ്ദേഹം ആ തെറ്റ് പിന്നീട് തിരുത്തി. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഒരു രാഷ്ട്രീയക്കാരനാണ്, ഒരു വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടി നിൽക്കുന്ന ആളായതുകൊണ്ട് മറ്റൊരു പാർട്ടി ചെയ്യുന്ന ശരിയല്ല എന്ന് പറയണം എന്നല്ലേ ഇപ്പോൾ കോൺഗ്രസ് പറയുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ്റെ ആക്രമണത്തെ, അല്ലെ ഭീകരവാദികളുടെ ആക്രമണത്തെ വളരെ തന്ത്രപൂർവ്വം ശക്തിയുക്തം നേരിട്ട ഒരു സർക്കാർ, ശരിയല്ലേ? ഇവിടുത്തെ സാധാരണ മനുഷ്യർക്ക് വിഷമമുണ്ടാക്കാത്ത തരത്തിൽ ഒരു യുദ്ധം വന്നാൽ ജനങ്ങളെല്ലാവരും ബുദ്ധിമുട്ടും. രാജ്യത്തെ ജനങ്ങൾ ഒന്നടങ്കം ബുദ്ധിമുട്ടും. ആ യുദ്ധം വരാതെ തന്നെ അതിനെ എങ്ങനെ നേരിടണമെന്ന് കാണിച്ച ഒരു സർക്കാർ, ആ സർക്കാർ ഇന്ത്യയുടെ സർക്കാരാണ്. അങ്ങനെ ചെയ്ത അവരെ നമ്മൾ സ്നേഹിക്കുന്നു. അതേ ശശി തരൂരും ചെയ്തുള്ളൂ. ഒരു രാജ്യസ്നേഹി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെ ഒരു കോൺഗ്രസ്സുകാരനും, ഒരു സാധാരണ കോൺഗ്രസ്സുകാരനും തള്ളി പറയില്ല. ഇവിടെ കസേരമേലിരിക്കുന്ന നേതാക്കന്മാരെ പറയൂ, അവർക്ക് നരേന്ദ്രമോദി BJP-കാരനാണ്. പാർട്ടിയെ രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാത്രമേ കാണുള്ളൂ. അതുകൊണ്ടാണല്ലോ മമതാ ബാനർജി സംഘത്തിലേക്ക് ഞങ്ങളുടെ ആളെ അയക്കുന്നില്ല. എനിക്ക് അവരോട് ഇത്തിരി മതിപ്പൊക്കെ ഉണ്ടായിരുന്നു. രാജ്യത്തിന് വേണ്ടിയാണെന്ന് ചിന്തിക്കുന്നില്ല. ആ മതിപ്പ് എനിക്കിപ്പോൾ ഇത് കണ്ടപ്പം പോയി. ഇപ്പോൾ ശിവസേന പറയുന്നു, എന്താണ് ഇവരുടെ ഉള്ളിൽ? ഇത്തരം രാഷ്ട്രീയക്കാരെ അടിച്ചോടിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും അത് പാടില്ല. നമുക്ക് ആത്യന്തികമായി നമ്മുടെ രാജ്യം എന്നൊരു ചിന്തയുള്ള മനുഷ്യരായിരിക്കണം രാഷ്ട്രീയക്കാരും സാധാരണ ജനങ്ങളും. ഇവിടെ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പലരും പാകിസ്ഥാനെ ആക്രമിച്ചപ്പോൾ കണ്ടില്ലേ? ഇന്ത്യയുടെ മണ്ണിൽ നിന്നുകൊണ്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ കണ്ടില്ലേ? അവരെയൊക്കെ അറസ്റ്റ് ചെയ്യാനും അന്വേഷണ വിധേയമായി പോലീസ് കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെ തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികളെയും അന്വേഷണ വിധേയമാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായി? ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണ് എന്ന് കൃത്യമായി അറിയണം. ഇവർ രാജ്യസ്നേഹികളല്ല, രാജ്യദ്രോഹികളാണ്. അതുകൊണ്ട് ശശി തരൂർ എന്ന രാജ്യസ്നേഹി അയാൾ ചെയ്ത് തെറ്റല്ല. അയാളെ ഒരു കാരണവശാലും തള്ളിപ്പറയാൻ കോൺഗ്രസിന് അവകാശമില്ല. ഇനി തള്ളിപ്പറഞ്ഞാൽ അയാളെ ഇരുകൈ നീട്ടി സ്വീകരിക്കാൻ ഇവിടെ പല പാർട്ടികളും ഉണ്ടാവും, പ്രത്യേകിച്ച് BJP ഉണ്ടാവും.